ഡയാന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു സ്പെഷ്യൽ പ്ലാന്റ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ പലതരം മണി പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ്. സോ ഗായ്സ്, നമുക്കത് പരിചയപ്പെടാല്ലേ. കാണാൻ സൂപ്പറാണ്, ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചിടാൻ ഓർത്തു. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. എന്തായാലും നമുക്ക് ആ പ്ലാന്റിനെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞ പ്ലാന്റ് ഇതാണ് നമ്മുടെ പ്ലാന്റ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലാന്റ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഞാൻ ഇവനെ ശരിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പം ഞാൻ ഈ പ്ലാന്റ് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഈ ചട്ടീൻ്റെ ഉള്ളിൽ നിന്നാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ വളർന്ന തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെലിഞ്ഞ തണ്ടാണ്. പിന്നെ അത് ഉണ്ടായി മുകളിലേക്ക് വന്ന് ഈ ഭിത്തി മുഴുവൻ സ്പ്രെഡായി കിടക്കുകയാണ്. അടിപൊളിയാണ്. മാത്രമല്ല ഇതിന് ഇഷ്ടം പോലെ ഫ്ലവേഴ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലീഫ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഒരു ഇതിനകത്ത് 3-4 ലീഫ് വരുന്നുണ്ട്. എന്തായാലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പം നമുക്ക് ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിങ്കോണിയം എന്നാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേര് വന്നിട്ട്. അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് വെച്ചാലും അത് തന്നെ അത് വളർന്നോളും. അതിനെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അലങ്കാരത്തിന് നമ്മളിത് യൂസ് ചെയ്യുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് നട്ട് വളർത്താനും സാധിക്കും. അതുപോലെ തന്നെ അത് ഈ ഭിത്തി ഫുള്ള് ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. മൊത്തത്തിൽ ഇതാ ഭിത്തിയിൽ പരന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വേരൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്. നമ്മുടെ വീട്ടിലെ കാവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു. നമ്മുടെ ശിവൻ്റെ മരത്തിലൊക്കെ നിറച്ച് ഇതേപോലത്തെ വേര് തന്നെയാണ് പടർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭിത്തിയിൽ ഫുൾ ഈ വേര് ഫുൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇനി ഇതിൻ്റെ ലീഫിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അടുത്തായിട്ട് എൻ്റെ ഫ്ലവർ നോക്കാം ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫ്ലവറാണ് ഈ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 3-4 മുട്ടുകളും ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഫ്ലവർ ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള അതിൻ്റെ കായാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ശരിക്കും ഇതിപ്പോൾ എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളെ താമരേൻ്റെ ഒക്കെ ഇതള് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആണ്ടൂറിയം പോലെയും തോന്നുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇതിന് ഇച്ചിരി സ്പേസ് കിട്ടിയാൽ മതി, അപ്പോഴേക്ക് നല്ല പടർന്നുണ്ടാവും. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിട്ടുണ്ട്. മാത്രമല്ല മുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് ഉണങ്ങി നിൽക്കുന്ന കുറേ പൂക്കളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഉണങ്ങി നിൽക്കുന്ന ഒരു പൂവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചീത്തയായിരിക്കുകയാണ്. പോട്ടെ. അപ്പോൾ നമുക്ക് വേറെ ഉണ്ടോ നോക്കി നോക്കാം. നോക്ക്, നമ്മൾ അതിൻ്റെ ഉള്ളൊരു സാധനം കണ്ടില്ലേ, ഈ പൂവിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കായാണ്, അതാണ് ഈ കാണുന്നത്. ഇതൊരു പുഴുവിനെ പോലെയുണ്ട്. നല്ല രസമുണ്ട്. എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈ. എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തെളിവിനായിട്ട് എൻ്റെ കീശരി വയ്ക്കട്ടെ. എന്തായാലും എനിക്ക് ഈ പ്ലാൻ ഒത്തിരി ഇഷ്ടമായി ഗായ്സ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തുകൊണ്ടും അടിപൊളി പ്ലാന്റ് ആണ്. സോ ഗായ്സ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.